വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞങ്ങളൊന്ന് ചെല്ലാൻ ഹാർബർ വരെ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ചേട്ടൻ ഹാർബറിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം നിന്ന് പോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. വാവയ്ക്കാണെങ്കിൽ ഇതുപോലെ കടലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടം അതുപോലെ നല്ല വ്യൂ ആയിരുന്നിട്ട് അവിടെ നിന്നിട്ട്. അങ്ങനെ ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോഴാണ് കുറച്ച് പിള്ളേർ പൊന്തൊക്കെ വലിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു. വാവയ്ക്കാണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലായിട്ടും കൂടിയില്ല. അങ്ങനെ നിന്നപ്പോൾ ചേട്ടൻ്റെ ഒരുക്കിയിട്ട് ചാളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. വാവയ്ക്കാണെങ്കിൽ നരൂട്ടോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അംഗനവാടി കൊണ്ടുപോകാനായിട്ട് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീഷോന്നാണ് ഓർഡർ ചെയ്തെങ്കിൽ നല്ല ക്വാളിറ്റി ബാഗ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് ഒരു വാച്ച് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ അംഗനവാടി പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വാ അമ്മ പോവാന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചാവടി വരെ ലോട്ടറി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോട്ടറി എടുക്കാനായിട്ട് എന്തോരം ദൂരം വണ്ടി ഓടിക്കാനും ചേട്ടന് ഒരു പ്രശ്നമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയിലൊക്കെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിവിടെ ഗപ്പീനിട്ട് വെച്ച ബക്കറ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. ഇവൻ ഇങ്ങനെ ഗപ്പീനെ കൊണ്ടുവന്ന് ഇടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ഫുഡ് ഒന്നും കൊടുക്കില്ല. ഇവൻ ആ ഗപ്പീനെ നോക്കിയ പോലും ഇല്ല കേട്ടോ. പിന്നെ അതെല്ലാം എൻ്റെ തലയിലായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇവൻ്റെ പഴയ ഒരു RC കാർ അവിടെ കിടക്കണം കണ്ടത്. ഇവൻ ഈ RC കാർ കിട്ടാൻ വേണ്ടി എന്തോരം കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ. ഇവനാണെങ്കിൽ എന്ത് ടോയ് മേടിച്ചു കൊടുത്താലും അപ്പം തന്നെ ചീത്തയാക്കി കളയും. അങ്ങനെ ഞാനിന്ന് നശിപ്പിക്കില്ലെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്ത ടോയ് ആയിരുന്നിട്ട് ഇത്. അങ്ങനെ ഞാനത് അവിടെ നിന്ന് എടുത്ത് വാവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കഴുകി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ടേ.